ഇത് കണ്ടില്ല, ഒരു ഹോസ്പിറ്റലാണ്. 5 സ്റ്റാർ ഹോട്ടലിനൊക്കെ വലിയ സൗകര്യങ്ങളാണ് അവിടെ. ഇങ്ങനെയായിരിക്കും ഇനി ഭാവിയിൽ കാണാൻ പോകുന്ന ഹോസ്പിറ്റലുകൾ. അതായത് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ പോലെ സ്മാർട്ട് ഹോസ്പിറ്റൽ. ഇവിടെ കളി മാറ്റിയിരിക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവിടുത്തെ രീതികളെ മാറ്റിയിരിക്കുന്നു. ഇതല്ലേ മുകളിലൂടെ ഇങ്ങനെ മെട്രോ ട്രെയിൻ മാതിരി പോയിക്കൊണ്ടിരിക്കുന്ന ബോക്സ്. ഇവിടെ വരുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവിടെ അതൊരു നിത്യ കാഴ്ചയാണ്. ഇത് വളരെ കൃത്യതയോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രത്യേക പാതയിലൂടെ. ഇത് ഓട്ടോമേറ്റഡ് മെഡിക്കേഷൻ ഡെലിവറി സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ നേഴ്സ് എവിടെ എന്ന് ചോദിക്കും. എന്തിനാ മരുന്ന് ഇപ്പോൾ എത്തിയില്ലേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കുമ്പോഴും കത്രിക കാണാനില്ല. അതായത് ക്ഷീണമില്ലാത്ത നഴ്സുമാരെ പോലെ എല്ലാം കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഓട്ടോമേറ്റഡ് മെഡിസിൻ ഡെലിവറി സിസ്റ്റം അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഫാർമസിയിൽ നിന്ന് നേഴ്സ് സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ പേഷ്യൻ്റെ വാർഡിലേക്ക് ഇനി ഏത് മെഡിസിനാണ് വേണ്ടതെന്ന് പിക്ക് ചെയ്യുന്നത് മനുഷ്യന്മാരാണെന്ന് വിചാരിക്കേണ്ട. അതും ഇതുപോലെ യന്ത്രമാണ്. ഈ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇത് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. അത് ചൈന ആൾറെഡി ലോകത്തിന് നാനാഭാഗത്തേക്കും ഇത്തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ അധികം താമസിയാതെ തന്നെ ഇത്തരം യന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ നമ്മൾ ഒരു രോഗം കണ്ടെത്താനുള്ള ഉപകരണങ്ങളില്ലേ, അവയായാലും 7G എനേബിൾ ചെയ്തിട്ടുള്ള ബയോ സ്കാനേഴ്സ് ആയാലും എന്തിനും ഒരു ഇഞ്ചക്ഷൻ അടിക്കുന്നവർ ഇനി നഴ്സുമാരല്ല. ഇത് കണ്ടില്ലേ, ഈ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറും അത് അതിൻ്റെ വഴിയിലൂടെ പ്രവർത്തിച്ചോളൂ. കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്ത യന്ത്രങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് മനുഷ്യന്മാർക്ക് പറ്റുന്ന പോലെയുള്ള അബദ്ധങ്ങളോ തെറ്റുകുറ്റങ്ങളോ സംഭവിക്കാനും പോകുന്നില്ല. മെഡിക്കൽ സ്റ്റാഫിന് ജോലിയില്ല എന്നുള്ളതല്ല, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നിയാൽ മതി. അത് രോഗികളെ ഇങ്ങനെ സംസാരിച്ച് സന്തോഷിപ്പിക്കുക. അതിപ്പോൾ യന്ത്രങ്ങൾക്ക് തൽക്കാലം ചെയ്യാൻ പറ്റില്ല. യന്ത്രങ്ങൾ ചെയ്താൽ നമ്മുടെ സമ്മതിക്കില്ല അല്ലേ. റോബോട്ട് വന്നിട്ട് എന്തൊക്കെ വിശേഷം സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് സന്തോഷം വരുമോ അറിയില്ല. ഏതായാലും റോബോട്ടിക് സർജറി സിസ്റ്റംസ്, അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന റോബോട്ട്സുകൾ മുതൽ കൃത്യതയാർന്ന മറ്റ് മെഡിക്കൽ ഉപകരണങ്ങൾ വരെ ചൈന ഇതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും മാറ്റം ഒരുപാട് ജീവിതങ്ങൾ ഒക്കെ രക്ഷപ്പെടുത്തുന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭാവിയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിരിക്കാൻ പഠിക്കുക, ആശ്വസിക്കാൻ പഠിപ്പിക്കുക, രോഗികളെ നന്നായിട്ട് ഇടപഴകുക എന്നുള്ള മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന സഹാനുഭൂതിയില്ലേ. അസുഖം മാറാൻ അതും ആവശ്യമാണല്ലോ. ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിശീലിച്ചെടുക്കുന്നതായിരിക്കും അല്ലേ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ.